എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. വർഷം 1947 ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, സ്വാതന്ത്ര്യം. എന്നാൽ 2047 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികൾ തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കുമോ എന്നതല്ല, മറിച്ച് ഒരു യഥാർത്ഥ വികസിത രാജ്യമായിട്ട്, ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകൾ ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം ഒരു രാജ്യം വികസിതമാകണമെന്നില്ല. ഉയർന്ന ജനസംഖ്യ ഉള്ളത് കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന് വലിയ GDP ഉണ്ടായേക്കാം. എന്നാൽ യഥാർത്ഥ വികസനം എന്നാൽ ഉയർന്ന ആളോഹരി വരുമാനം, മികച്ച തൊഴിലവസരങ്ങൾ, മികച്ച വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും, മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, ഉയർന്ന ഉൽപ്പാദനക്ഷമത, സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റം, സാധാരണ പൗരന്മാരുടെ ജീവിത നിലവാരം എന്നിവയൊക്കെയാണ്. വേൾഡ് ബാങ്കിൻ്റെ വിലയിരുത്തൽ പ്രകാരം 2047 ആകുമ്പോഴേക്കും ഉയർന്ന വരുമാനമുള്ള ഒരു രാജ്യമായി മാറുക എന്നത് സാധ്യമാണ്. എന്നാൽ നിക്ഷേപം, ഉൽപ്പാദനക്ഷമത, തൊഴിൽ, മാനവ വിഭവശേഷി എന്നിവയിൽ ഇന്ത്യ വലിയൊരു മുന്നേറ്റം തുടർച്ചയായിട്ട് നിലനിർത്തേണ്ടതുണ്ട്. അതിനാൽ 2047 എന്നത് ഒരു ഉറപ്പല്ല, വരും 2 പതിറ്റാണ്ടുകളിൽ നമ്മൾ എന്ത് നിർമ്മിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ 1947 മുതൽ നമ്മൾ നേടിയതിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കാതെ ഒരു സുപ്രധാന ചോദ്യം നമുക്ക് ചോദിക്കാം. 2047 ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ പോകുന്നത് എന്തെല്ലാം വ്യവസായങ്ങളാണ്? ഇതിന് ഒരു വ്യവസായം മാത്രമല്ല ഉത്തരം. പ്രതിരോധം, അർദ്ധചാലകങ്ങൾ, അതായത് സെമി കണ്ടക്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഊർജ്ജം, പവർ, പിന്നെ ക്ലീൻ എനർജി, ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കിങ് എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു നിക്ഷേപകന്റെ കാഴ്ചപ്പാടിൽ വ്യക്തിഗത ഓഹരികൾ വഴിയോ ഫണ്ടുകൾ വഴിയോ തീമാറ്റിക് ബാസ്ക്കറ്റുകൾ വഴിയോ ഇതിൽ പങ്കാളികളാകാം. ഈ വീഡിയോയിലൂടെ ഈ മേഖലകൾ ഇന്ത്യക്ക് എന്തുകൊണ്ട് പ്രധാനമാകുന്നു എന്ന് മാത്രമല്ല, സ്മോൾ കേസ് പ്ലാറ്റ്ഫോമിലൂടെ നിക്ഷേപകർക്ക് ഈ തീമുകൾ എങ്ങനെ ചിട്ടയായി മനസ്സിലാക്കാമെന്നും നിക്ഷേപിക്കാമെന്നും നമുക്ക് പരിശോധിക്കാം. ഓരോ കമ്പനിയെ മാത്രമായി കാണാതെ കൃത്യമായിട്ടുള്ള ആശയങ്ങളിലും തന്ത്രങ്ങളിലും അധിഷ്ഠിതമായിട്ടുള്ള റെഡിമെയ്ഡ് സ്റ്റോക്സ് അല്ലെങ്കിൽ ETF ബാസ്ക്കറ്റുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ് സ്മോൾ കേസ് എന്നുള്ളത്. നമുക്ക് പ്രതിരോധ മേഖലകളിൽ നിന്ന് തന്നെ തുടങ്ങാം. പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യയുടെ വലിയൊരു തന്ത്രപരമായിട്ടുള്ള പോരായ്മ എന്നുള്ളത് പ്രധാന സൈനിക സാങ്കേതിക വിദ്യകൾക്കായിട്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ്. ഇന്ന് ഇന്ത്യ ലക്ഷ്യമിടുന്നത് പ്രതിരോധ മേഖലയിൽ കൂടുതൽ പണം ചെലവഴിക്കുക എന്നത് മാത്രമല്ല, ഇറക്കുമതിയെ ആശ്രയിക്കുന്ന അവസ്ഥയിൽ നിന്നും ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കയറ്റുമതി ചെയ്യാനുമുള്ള ശേഷി കൈവരിക്കുക എന്നതാണ്. ഇത് സാധ്യമായാൽ പ്രതിരോധ മേഖലയ്ക്കൊപ്പം എയറോസ്പേസ്, ഷിപ്പ് ബിൽഡിംഗ്, ഇലക്ട്രോണിക്സ്, ഡ്രോണുകൾ, സെൻസറുകൾ, MSMEs തുടങ്ങിയ വലിയൊരു എക്കോസിസ്റ്റം വളരുമെന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുക. ആഭ്യന്തര ഉൽപ്പാദനം കൂടിയതുകൊണ്ട് ഇന്ത്യ പൂർണ്ണമായിട്ടുള്ള ഒരു സ്വയം പര്യാപ്തത കൈവരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിർണായകമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥ പരീക്ഷണം. ഇതൊരു മികച്ച നിക്ഷേപം തീം കൂടിയാണ്. ഇന്ത്യയുടെ ഡിഫൻസ് മാനുഫാക്ചറിംഗ് എക്കോസിസ്റ്റം വളരുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു കമ്പനിയിൽ മാത്രം അവസരം ഒതുങ്ങുന്നില്ല. ഇവിടെയാണ് തീമാറ്റിക് നിക്ഷേപത്തിനായിട്ട് സ്മോൾ കേസ് പ്രസക്തമാകുന്നത്. ഒരു പ്രത്യേക ഐഡിയ, സെക്ടർ അല്ലെങ്കിൽ സ്ട്രാറ്റജി അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഓഹരികളുടെയോ ETF-കളുടെയോ ഒരു റെഡിമെയ്ഡ് ബാസ്ക്കറ്റാണ് ഒരു സ്മോൾ കേസ് എന്നുള്ളത്. അതിനാൽ ഒരു ഡിഫൻസ് കമ്പനിയെ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ മുഴുവൻ എക്കോസിസ്റ്റത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു ബാസ്ക്കറ്റ് വഴി നിങ്ങൾക്ക് നിക്ഷേപം നടത്താം. ഈ ബാസ്ക്കറ്റ് ക്യൂറേറ്റ് ചെയ്യുന്നത് സെബി രജിസ്റ്റേർഡ് പ്രൊഫഷണൽസും റിസർച്ച് അനലിസ്റ്റും ബ്രോക്കേഴ്സുമാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിലുള്ള ഓഹരികൾ ഒരു പൂൾഡ് ഫണ്ടിലല്ല, മറിച്ച് നേരിട്ട് നിങ്ങളുടെ സ്വന്തം ഡിമാറ്റ് അക്കൗണ്ടുകൾ തന്നെയാണ് സൂക്ഷിക്കപ്പെടുന്നത്. കൂടാതെ പ്രൊഫഷണൽസ് ഈ പോർട്ട്ഫോളിയോ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അവലോകനം ചെയ്യുകയും പുനർക്രമീകരിക്കുകയും ചെയ്യുന്നു. ഒരു റീബാലൻസിംഗ് നിർദ്ദേശിക്കുമ്പോൾ നിക്ഷേപകൻ അത് പരിശോധിച്ച് അപ്രൂവ് ചെയ്ത ശേഷം മാത്രമേ ട്രേഡുകൾ നടക്കൂ. ഇത് പരിശോധിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സിന്റെ സാധ്യതകളെ പറ്റി സംസാരിക്കാം. ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ പോലും ആശ്രയിക്കുന്നത് മറ്റൊരു അദൃശ്യ അടിത്തറയാണ് അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടേഴ്സ്. മൊബൈൽ ഫോണുകൾ, കാറുകൾ, ടെലികോം ശൃംഖലകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, പവർ സിസ്റ്റങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങൾ, AI സെൻസറുകൾ, ഡാറ്റാ സെന്ററുകൾ എന്നിവയിലെല്ലാം ഈ ചിപ്പ് കൂടിയേ തീരൂ. സെമി കണ്ടക്ടർ ഡിസൈനിങ്ങിലും എഞ്ചിനീയറിംഗ് പ്രതിഭകളിലും ഇന്ത്യ ശക്തമാണെങ്കിലും ആഭ്യന്തരമായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു ചിപ്പ് നിർമ്മാണം ഇന്ത്യയിലില്ലായിരുന്നു. ആ വിടവ് നികത്താനാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ഒരു ചിപ്പ് ഫാക്ടറി നിർമ്മിക്കുന്നത് ഒരു സാധാരണ ഫാക്ടറി തുടങ്ങുന്ന പോലെയല്ല. അതിന് തടസ്സമില്ലാത്ത വൈദ്യുതി, ഉയർന്ന നിലവാരമുള്ള ജലം, സങ്കീർണമായിട്ടുള്ള യന്ത്രങ്ങൾ, വിദഗ്ധമായിട്ടുള്ള എഞ്ചിനീയേഴ്സ്, ആഗോള സപ്ലയേഴ്സ് എന്നിവയെല്ലാം ആവശ്യമാണ്. അതിനാൽ ഒരു പ്ലാന്റ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ഒറ്റ രാത്രി കൊണ്ട് സൂപ്പർ പവർ ആകില്ല. അതൊരു ദശാബ്ദത്തോളം നീളുന്ന വലിയൊരു എക്കോസിസ്റ്റം നിർമ്മാണമാണ്. ഇവിടെയും സിംഗിൾ സ്റ്റോക്ക് ചിന്താഗതിയേക്കാൾ തീമാറ്റിക് നിക്ഷേപത്തിന് തന്നെയാണ് പ്രധാനം. ചിപ്പ് ഡിസൈൻ, ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ്, പാക്കേജിംഗ്, ടെസ്റ്റിംഗ് എന്നിങ്ങനെ നിരവധി മേഖലകൾ ഇതിലുണ്ട്. ഒരു നിക്ഷേപകന് സ്മോൾ കേസ് വഴി സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട ബാസ്ക്കറ്റുകൾ പരിശോധിക്കാനും ഈ വലിയ ആശയത്തിന് ചുറ്റും കമ്പനികൾ എങ്ങനെ അണിനിരക്കുന്നുവെന്ന് മനസ്സിലാക്കാനും നിക്ഷേപം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അടുത്ത നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI-യിലുള്ള സാധ്യതകളെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. സെമി കണ്ടക്ടറുകൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ തലമുറയിലെ ഏറ്റവും വലിയ സാങ്കേതിക മാറ്റത്തിലേക്കാണ്. അതാണ് AI എന്നുള്ളത്. ഇന്ത്യ അടുത്ത ChatGPT നിർമ്മിക്കുമോ എന്നതിനേക്കാൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ അവസ്ഥ AI-യെ ജനസംഖ്യാടിസ്ഥാനത്തിൽ, അതായത് ഒരു പോപ്പുലേഷൻ സ്കെയിലിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ഭാഷകൾ, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, ബാങ്കിങ്, സർക്കാർ
സേവനങ്ങൾ എന്നിവയിലെല്ലാം AI ഉപയോഗപ്രദമാക്കുക എന്നതാണ് ഇന്ത്യയുടെ കരുത്ത്. നിക്ഷേപകന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും AI എന്നത് ഒരൊറ്റ കമ്പനി മാത്രമല്ല. സോഫ്റ്റ്വെയർ കമ്പനികൾ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡേഴ്സ്, ഡാറ്റാ സെന്റേഴ്സ്, ഉൽപ്പാദനക്ഷമത കൂട്ടാനുള്ള AI സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇവിടെയും സ്മോൾ കേസ് വളരെ സഹായകരമാണ്. ഒരൊറ്റ AI വിന്നറെ മാത്രം പ്രവചിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട കമ്പനികളുടെ ഒരു വിശാലമായിട്ടുള്ള ബാസ്ക്കറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കൂടാതെ സ്മോൾ കേസ് നൽകുന്ന മറ്റൊരു പ്രധാന നേട്ടം ഇതിൻ്റെ സുതാര്യതയാണ്, ട്രാൻസ്പെറൻസിയാണ്. ഒരു സ്മോൾ കേസിൽ ഏതൊക്കെ കമ്പനികളുടെ ഓഹരികൾ ഉണ്ടെന്നും അവയുടെ കൃത്യമായിട്ടുള്ള വെയിറ്റേജ് എത്രയാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം. മ്യൂച്വൽ ഫണ്ടുകളിലെ പോലെ പൂൾഡ് ഫണ്ടിൻ്റെ യൂണിറ്റുകൾ കൈവശം വയ്ക്കുന്നതിന് പകരം അടിസ്ഥാന ഓഹരികൾ, അതായത് അണ്ടർലൈങ് ആയിട്ടുള്ള ആ ഒരു സ്റ്റോക്സ് ഉണ്ടല്ലോ, അത് നേരിട്ട് നിങ്ങളുടെ സ്വന്തം ഡിമാറ്റ് അക്കൗണ്ടുകളിലാണ് ക്രെഡിറ്റ് ആവുന്നത്. അടുത്ത നമ്മൾ സംസാരിക്കേണ്ടത് ഡാറ്റാ സെൻറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഓരോ AI സേവനത്തിന് പിന്നിലും കൂറ്റൻ ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടല്ലേ. ഡാറ്റാ സെൻറ്റേഴ്സ് എന്നാൽ ഈ ഒരു ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ ഫിസിക്കൽ ഫാക്ടറികളാണ്. ഇവയ്ക്ക് ചിപ്പുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, ഹൈടെക് ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റംസ്, വലിയ തോതിലുള്ള വൈദ്യുതി എന്നിവയെല്ലാം വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയിലേക്ക് ഈ മേഖലകളിൽ വൻകിട ആഗോള നിക്ഷേപങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലെ ഗൂഗിളിൻ്റെ അവരുടെ AI ഹബിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. 2026 2030 ഇടയിൽ പദ്ധതിയിട്ടിരിക്കുന്ന $15 ബില്യൺ നിക്ഷേപത്തിൻ്റെ ഭാഗമാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ 1 GW ശേഷിയുള്ള ജിഗാവാട്ട് സ്കെയിൽ AI ഹബായിട്ട് ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നു. അതുപോലെ ആമസോൺ വെബ് സർവീസസ് മഹാരാഷ്ട്രയിൽ പ്രഖ്യാപിച്ച $8.3 ബില്യൺ ഉൾപ്പെടെ മൊത്തം $12.7 ബില്യൺ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വാല്യൂ ചെയിനിൽ ഡാറ്റാ സെന്റർ ഓപ്പറേറ്റേഴ്സ്, ഊർജ്ജദാതാക്കൾ, കൂളിംഗ് സൊല്യൂഷൻസ്, ഒപ്റ്റിക്കൽ ഫൈബർ അതിൻ്റെ ഡീൽ ചെയ്യുന്ന കമ്പനീസ്, റിയൽ എസ്റ്റേറ്റ് എന്നിവരെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്മോൾ കേസ് വഴി ഡാറ്റാ സെന്റർ, AI ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ബാസ്ക്കറ്റിലൂടെ നിക്ഷേപകർക്ക് ഈ മാറ്റത്തിന്റെ ഭാഗമാകാൻ സാധിക്കും. കൂടുതൽ പരിശോധിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അടുത്ത നമ്മൾ സംസാരിക്കേണ്ടത് പവർ ആൻഡ് എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ്. ഡാറ്റാ സെന്റേഴ്സ്, ഫാക്ടറീസ്, ഇലക്ട്രിക് വാഹനങ്ങൾ, എയർ കണ്ടീഷണേഴ്സ് എന്നിവ കൂടുമ്പോഴും വൈദ്യുതിയുടെ ഡിമാൻഡ് വലിയ തോതിൽ ഉയരുന്നുണ്ട്. വൈദ്യുതി ഉൽപ്പാദനശേഷി മാത്രം വർദ്ധിപ്പിച്ചാൽ പോരാ, ശരിയായ സ്ഥലത്ത് കൃത്യമായിട്ടുള്ള സമയത്ത് അത് എത്തിക്കണം. അതാണ് മികച്ച ട്രാൻസ്മിഷൻ ലൈനുകൾ, എനർജി സ്റ്റോറേജ്, കരുത്തുറ്റ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ശക്തമായിട്ടുള്ള നാഷണൽ ഗ്രിഡ് എന്നിവയെല്ലാം ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. മറ്റെല്ലാ വ്യവസായങ്ങളും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പവർ സെക്ടർ എന്നുള്ളത്. പവർ മേഖലയിലെ നിക്ഷേപവും ഒരു കമ്പനിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പരമ്പരാഗത ഉൽപ്പാദനം, ട്രാൻസ്മിഷൻ, ഉപകരണ നിർമ്മാതാക്കൾ, റിന്യൂവബിൾ എനർജി എന്നിവയെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു. സ്മോൾ കേസിൽ നിങ്ങൾക്ക് പവർ സെക്ടറിനെ ഒരു വിശാലമായ തീമാറ്റിക് ബാസ്ക്കറ്റായിട്ട് കണ്ട് പര്യവേഷണം ചെയ്യാം. ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്മോൾ കേസ് ഒരു ബ്രോക്കറല്ല, നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു ബ്രോക്കർ അക്കൗണ്ടുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഒരു സാങ്കേതിക പ്ലാറ്റ്ഫോം, അതായത് ഒരു ടെക്നോളജി ലെയർ മാത്രമാണിത്. നിങ്ങളുടെ നിലവിലെ ബ്രോക്കർ തന്നെയാണ് നിങ്ങളുടെ ഓഹരികൾ വാങ്ങുന്നതും സൂക്ഷിക്കുന്നതും. അടുത്തത് ക്ലീൻ എനർജിയാണ്. നമ്മുടെ ഇന്ത്യക്ക് കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. അതേസമയം തന്നെ കാർബൺ പുറന്തള്ളൽ, കാർബൺ എമിഷൻ കുറയ്ക്കുകയും എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കുകയും വേണം. സൗരോർജ്ജം, കാറ്റ്, ബാറ്ററി സംഭരണം, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയെല്ലാം തന്ത്രപരമായിട്ട് പ്രധാനമാകുന്നത് ഇവിടെയാണ്. സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. രാത്രിയിൽ സൂര്യനില്ലാത്തപ്പോഴും കാറ്റില്ലാത്തപ്പോഴും വൈദ്യുതി വിതരണം ഉറപ്പാക്കാൻ വലിയ ബാറ്ററി സ്റ്റോറേജും പമ്പ്ഡ് സ്റ്റോറേജും ആവശ്യമാണ്. അതിനാൽ ക്ലീൻ എനർജി എന്നത് കേവലം കാലാവസ്ഥാ സംരക്ഷണം മാത്രമല്ല, വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണ്. സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾക്കോ ETF-കൾക്കോ ഗ്രീൻ എനർജി, EV, ബാറ്ററി റീസൈക്ലിംഗ് എന്നിവയെല്ലാം ചേർത്തുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള തീം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ മുഴുവൻ വാല്യൂ ചെയിനിലെയും ഓരോരോ കമ്പനികളെ വെവ്വേറെ പഠിച്ച് തിരഞ്ഞെടുക്കാൻ സമയമില്ലാത്ത സാധാരണ നിക്ഷേപകർക്ക് സ്മോൾ കേസ് ക്ലീൻ എനർജി തീമിൽ നിർമ്മിച്ച പ്രത്യേക ബാസ്ക്കറ്റുകൾ നൽകുന്നു. ഇത് കാര്യങ്ങൾ കൂടുതൽ ലളിതവും ഘടനാപരവുമാക്കുന്നു. അടുത്ത നമ്മൾ സംസാരിക്കേണ്ടത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസിനെ പറ്റിയിട്ടാണ്. ഫാക്ടറികൾ നിർമ്മിക്കാനും സ്റ്റാർട്ടപ്പുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും പണം വേണമല്ലേ. ചെറുകിട സംരംഭങ്ങൾക്ക് ക്രെഡിറ്റ് വേണം. സാധാരണ കുടുംബങ്ങൾക്ക് ഭവന വായ്പയും ഇൻഷുറൻസും പെൻഷനും വേണം. ഒരു വികസിത സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യക്ഷമമായ ഒരു ധനകാര്യ സംവിധാനം കൂടിയേ തീരൂ. ജനങ്ങളുടെ സമ്പാദ്യത്തെ ഉൽപ്പാദനക്ഷമമായ നിക്ഷേപങ്ങളാക്കി മാറ്റുന്നത് ബാങ്കുകളാണ്. ബാങ്കിംഗ് മേഖലയിൽ പൊതുമേഖലാ ബാങ്കുകൾക്കും സ്വകാര്യ ബാങ്കുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള വളർച്ചാ രീതിയും വാല്യുവേഷനുകളുമാണുള്ളത്. സ്മോൾ കേസ് വഴി ബാങ്കിംഗ് ഫോക്കസ്ഡ് ബാസ്ക്കറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ രണ്ട് മേഖലയും സന്തുലിതമായി ഉൾക്കൊള്ളാൻ സാധിക്കും. കൂടാതെ വിപണിയിലെ മാറ്റങ്ങൾ അനുസരിച്ച് സെബി രജിസ്റ്റേർഡ് പ്രൊഫഷണൽസ് നിർദ്ദേശിക്കുന്ന റീബാലൻസിംഗ് നിക്ഷേപകന് കൃത്യമായിട്ട് കാണാനും സ്വന്തം താല്പര്യങ്ങൾ പ്രകാരം അപ്രൂവ് ചെയ്ത് പോർട്ട്ഫോളിയോ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഓഹരികൾ നേരിട്ട് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ സുരക്ഷിതമായിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു റിയാലിറ്റി ചെക്കുകൾ നടത്താം. അല്ലെങ്കിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടാൻ പോകുന്നത് എന്നൊക്കെ സംസാരിക്കാമല്ലേ. വ്യവസായങ്ങൾ വികസിച്ചതുകൊണ്ട് മാത്രം ഒരു രാജ്യം വികസിതമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. സാധാരണക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കണമെങ്കിൽ മികച്ച തൊഴിലവസരങ്ങളും വരുമാന വളർച്ചയും ഉണ്ടാകണം. തൊഴിലുകൾ ഉണ്ടാവണമെങ്കിൽ യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ടാകണം. ചിപ്പ് ഫാക്ടറീസിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെയും AI റിസർച്ചേഴ്സിനെയും അതോടൊപ്പം പവർ സിസ്റ്റങ്ങൾക്ക് വിദഗ്ധരായിട്ടുള്ള ടെക്നീഷ്യൻസിനെയും ആവശ്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ശുദ്ധജല ദൗർലഭ്യം, ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ, അതായത് ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഊർജ്ജ സുരക്ഷ എന്നിവയെല്ലാം വലിയ വെല്ലുവിളികളാണ്. കൂടാതെ സർക്കാർ ഇളവുകൾക്കൊപ്പം
എന്നതിനപ്പുറം ഇന്ത്യൻ കമ്പനീസിന് ആഗോളതലത്തിൽ ഗുണനിലവാരത്തിലും വിലയിലും മത്സരിക്കാൻ കഴിയുമോ എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2047 ഇന്ത്യക്ക് പ്രധാനമായിട്ടുമുള്ളത് 3 സാധ്യതകളാണ്. ഒന്നാമത്തത് ഒരു ത്വരിതഗതിയിലുള്ള ഒരു പരിവർത്തനമാണ്. അതായത് ആക്സിലറേറ്റഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമല്ലേ, ഉയർന്ന ഉൽപ്പാദനക്ഷമതയും ദശലക്ഷക്കണക്കിന് തൊഴിലുകൾ നേടി സമ്പൂർണ്ണ വികസിത പദവിയിലെത്തുക എന്നുള്ളത്. രണ്ടാമത്തത് ഭാഗികമായ മുന്നേറ്റമാണ്. സമ്പദ് വ്യവസ്ഥയും സാങ്കേതിക വിദ്യയും വളരുമെങ്കിലും വികസിത രാജ്യം എന്ന ലക്ഷ്യത്തിന് തൊട്ടടുത്ത് മാത്രമായിരിക്കും നമ്മൾ എത്തി നിൽക്കുക. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. മൂന്നാമത്തത് ഒരു ഫ്രാഗ്മെന്റഡ് പ്രോഗ്രസ് ആണ്. അതായത് ചില മേഖലകൾ മാത്രം വളരും, പക്ഷേ ആളോഹരി വരുമാനത്തിലും ജീവിത നിലവാരത്തിലും വലിയൊരു അന്തരം, ഭയങ്കര ഒരു ഡിഫറൻസും, അതായത് പല ക്ലാസ് ഓഫ് ആൾക്കാർ തമ്മിൽ ഇപ്പോഴെങ്ങനെയൊക്കെയാണോ അതുപോലെയൊക്കെ തന്നെ തുടർന്ന് പോരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു 3 സാധ്യതകളാണ് 2047 ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിച്ച് പറയുവാണെങ്കിൽ വർഷം 1947 ഇന്ത്യയുടെ പോരാട്ടം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനായിരുന്നുവെങ്കിൽ വർഷം 2047 അത് സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള സ്വയം പര്യാപ്തതയ്ക്കും ഉൽപ്പാദനക്ഷമതയ്ക്കും വേണ്ടിയാണ്. ഡിഫൻസ്, AI സെമി കണ്ടക്ടേഴ്സ്, ഡാറ്റാ സെൻറ്റേഴ്സ്, പവർ, ക്ലീൻ എനർജി, ബാങ്കിങ് എന്നിവയെല്ലാം ഈ 2047 നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് എത്തുമോ എന്നുള്ളതിൻ്റെ നിർണായകമായിട്ടുള്ള തീമുകളാണ്. നിങ്ങൾ ഓഹരികളിൽ നിക്ഷേപിക്കുന്നവരാണെങ്കിൽ ഈ ദീർഘകാല വളർച്ചാ തീമുകളിൽ ചിട്ടയായ രീതിയിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് വഴി സ്മോൾ കേസിലെ മികച്ച കളക്ഷനുകൾ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. പ്രത്യേകം ഓർക്കുക, ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് സ്വയം വിലയിരുത്തുക. 2047 ഇന്ത്യ ലോകത്തിലെ എത്രാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി എന്നതിനേക്കാൾ പ്രധാനം ഇന്ത്യയിലെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം എത്രത്തോളം മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് വികസിത് ഭാരത് 2047 യഥാർത്ഥ ലക്ഷ്യം. കേവലം ഒരു വലിയ ഇന്ത്യ മാത്രമല്ല, മെച്ചപ്പെട്ട ഇന്ത്യ. നന്ദി, ജയ് ഹിന്ദ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.